ഇസ്രായേലിൽ നിന്നുള്ള ഒരു പ്രധാന പ്രതിരോധ സംഭരണത്തിന്റെ വക്കിലാണ് ഇന്ത്യ ഇപ്പോൾ നിൽക്കുന്നത്. അതിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വേണ്ടി റാംപേജ്, AI ലോറ ഐസ് ബ്രേക്കർ മിസൈലുകൾ എന്നിവയുടെ സാധ്യതയുള്ള ഏറ്റെടുക്കലുകൾക്കൊപ്പം സ്പൈസ് 1000 പ്രിസിഷൻ ഗൈഡഡ് ബോംബുകളും ഉൾപ്പെടുന്നുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ കീഴിലുള്ള ഡിഫൻസ് അക്വിസിഷൻ കൌൺസിൽ എയർ ടു എയർ മിസൈലുകൾ, അലഞ്ഞുതിരിയുന്ന യുദ്ധോപകരണങ്ങൾ, റഡാറുകൾ, സിമുലേറ്ററുകൾ, നെറ്റ്വർക്ക് ചെയ്ത കമാൻഡ് സിസ്റ്റങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന $8.7 ബില്യൺ പാക്കേജിനാണ് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത്. 2020 മുതൽ 2024 വരെയുള്ള വിൽപ്പനയുടെ 34% വരുന്ന ഇസ്രയേലിന്റെ ഏറ്റവും വലിയ പ്രതിരോധ കയറ്റുമതി ഉപഭോക്താവായി ഇന്ത്യ ഉയർന്നു വരുന്നുണ്ട്. LACയിൽ വിപുലമായ ചൈനീസ് വ്യോമ പ്രതിരോധം, 2025 മെയ് മാസത്തിലെ ഓപ്പറേഷൻ സിന്ദൂരിൽ നിരീക്ഷിച്ച പാകിസ്ഥാൻ GPS ജാമിംഗ് തന്ത്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭീഷണികൾക്കിടയിൽ ഇന്തോ ഇസ്രയേൽ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനും ഈ കരാർ അടിവരയിടുന്നു. ഇസ്രയേൽ എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് വികസിപ്പിച്ചെടുത്ത റാംപേജ് മിസൈലുകൾ ഇന്ത്യൻ വ്യോമസേനയുടെയും നാവികസേനയുടെയും ഇൻവെന്ററികൾക്ക് കരുത്തു പകരുകയും ചെയ്യുന്നു. Su-30KI, MiG-29, ജാഗ്വാർ, MiG-29K പ്ലാറ്റ്ഫോമുകളായും സംയോജിപ്പിച്ചിരിക്കുന്നു. 570 കിലോഗ്രാം ഭാരമുള്ള ഇവയ്ക്ക് 4.7 മീറ്റർ നീളവും 306 മില്ലിമീറ്ററുമാണ് വ്യാസമുള്ളത്. ഓരോ യൂണിറ്റിലും ആന്റി ജാമിംഗ് സവിശേഷതകളും വൈവിധ്യമാർന്ന ബ്ലാസ്റ്റ് ഫ്രാഗ് ഗ്രൗണ്ട് പെനട്രേഷൻ വാർഹെഡുമുള്ള GPS INS മാർഗനിർദ്ദേശവും ഉപയോഗിക്കുന്നു. മീഡിയം ഫൈറ്ററുകൾക്ക് 4 വരെയാണ് വഹിക്കാൻ കഴിയുക. ഇത് ശത്രു വ്യോമ പ്രതിരോധങ്ങൾക്കപ്പുറത്ത് നിന്ന് വ്യോമതാവളങ്ങൾ, നിയന്ത്രണ ടവറുകൾ, ബാങ്കറുകൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ എന്നിവ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ സാധ്യമാക്കുന്നു. പാകിസ്ഥാൻ ഭീകര ക്യാമ്പുകൾക്കെതിരായ ഓപ്പറേഷൻ സിന്ദൂരിൽ അവയുടെ തെളിയിക്കപ്പെട്ട ഫലപ്രാപ്തിയും തിളങ്ങിയിട്ടുണ്ട്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് വഴി IAIയുടെ MLM ഡിവിഷനുമായി സഹകരിച്ച് ഇന്ത്യയുമായി ഇതിനകം തന്നെ പ്രവർത്തിക്കുന്ന ഭൂമിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ലോറയുടെ വായുവിലേക്കുള്ള പരിണാമത്തെയാണ് എയർ ലോറ പ്രതിനിധീകരിക്കുന്നത്. ഈ ആഴത്തിലുള്ള സ്റ്റാൻഡ് ഓഫ് എയർ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈൽ 10 മീറ്ററിൽ താഴെയുള്ള CP സൂപ്പർസോണിക് വേഗതയിൽ 400 മുതൽ 430 കിലോമീറ്റർ അകലെയുള്ള മിസൈൽ സൈറ്റുകൾ, താവളങ്ങൾ, വ്യോമ പ്രതിരോധം എന്നിവയെ ആക്രമിക്കാൻ കഴിയുന്നവയാണ്. 1600 കിലോഗ്രാം ഭാരവും 5.2 മീറ്റർ നീളവുമുള്ള ഇത് മാക് 5 എത്തുകയും സ്ഫോടന വിഘടനം അല്ലെങ്കിൽ പെനട്രേഷൻ വാർഹെഡുകൾ, മിഷൻ അബോർട്ട് ഓപ്ഷനുകൾ, സ്റ്റാൻഡ് അലോൺ അല്ലെങ്കിൽ ഏവിയോണിക്സ് സജ്ജീകരണങ്ങൾ വഴി ഏതൊരു യുദ്ധവിമാനത്തിലേക്കും തടസ്സമില്ലാത്ത സംയോജനം എന്നിവ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റംസ് നിർമ്മിച്ച ഐസ് ബ്രേക്കർ സീ ബ്രേക്കറിൽ നിന്ന് 400 കിലോഗ്രാമിൽ താഴെ ഭാരവും 4 മീറ്റർ നീളവുമുള്ള 300 കിലോമീറ്റർ താഴ്ന്ന ഉയരത്തിലുള്ള ശ്രേണിയും ഭാരം കുറഞ്ഞ മൾട്ടി പ്ലാറ്റ്ഫോം ക്രൂയിസ് മിസൈലുമായി പരിണമിച്ചു കഴിഞ്ഞു. GNSS നിഷേധിക്കപ്പെട്ട പരിസ്ഥിതികൾക്കായി സീൻ മാച്ചിംഗ്, ഓട്ടോമാറ്റിക് ടാർഗറ്റ് റെക്കഗ്നിഷൻ, AI എന്നിവയുള്ള നൂതനമായ എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന ഇലക്ട്രോ ഒപ്റ്റിക്കൽ IIR സീക്കറിനെ ഇത് പ്രയോജനപ്പെടുത്തും. വെരി ലോ ഒബ്സർവബിൾ ഡിസൈൻ, സീ സ്കിമ്മിംഗ് പ്രൊഫൈലുകൾ, പാസീവ് സീക്കറുകൾ, സാൽവോ കഴിവുകൾ എന്നിങ്ങനെ ആധുനിക ഇന്റഗ്രേറ്റ് എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയാണ് ഇത് നേരിടുന്നത്. ആത്മനിർഭർ ഭാരതിന് കീഴിൽ സ്വാശ്രയത്തിനായുള്ള DRDO വൈദഗ്ധ്യം ഉൾപ്പെടുത്തി എയർലോറയും ഐസ് ബ്രേക്കറും തദ്ദേശീയമായി നിർമ്മിക്കുന്നതിന് BL-ഉം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും 2025 അവസാനത്തോടെ പൂർണ്ണ സാങ്കേതിക കൈമാറ്റ കരാറുകളിൽ ഒപ്പുവെച്ചു. ആസ്ട്ര പ്രോഗ്രാം പാഠങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഐസ് ബ്രേക്കർ വിമാന സംയോജനം HAL കൈകാര്യം ചെയ്യും. അതേസമയം ഇലക്ട്രോണിക്സും മാർഗനിർദ്ദേശവും BL കൈകാര്യം ചെയ്യും. $20 ബില്യൺ എയ്റോസ്പേസ് പാക്കേജിനുള്ളിൽ വിലമതിക്കുന്ന ഈ സംരംഭം 2026 മധ്യത്തോടെ സുരക്ഷാ ക്യാബിനറ്റ് കമ്മിറ്റിയുടെ അംഗീകാരം നേടുന്നതിനായി ലക്ഷ്യമിടുന്നു. ഇത് ഇന്തോ പസഫിക് സഖ്യകക്ഷികളിലേക്കുള്ള കയറ്റുമതിക്കാണ് വഴിയൊരുക്കുന്നത്. ഈ യുദ്ധോപകരണങ്ങൾ ഇലക്ട്രോണിക് യുദ്ധപൂരിത സാഹചര്യങ്ങളിൽ മികവ് പുലർത്തുന്നവയാണ്. റാംപേജിന്റെ ആന്റിജാം GPS ഓർ INS, ഐസ് ബ്രേക്കറിന്റെ നിഷ്ക്രിയ തുടങ്ങിയവയുടെ കാലാവസ്ഥയിലും സ്റ്റാൻഡ് ഓഫ് പ്രവർത്തനങ്ങൾ പ്രാപ്തമായിക്കൊണ്ടിരിക്കുന്നു. വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം അവർ ശക്തമായ എതിരാളികൾക്കെതിരായ ആഴത്തിലുള്ള ആക്രമണ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും തേജസ് പോലുള്ള പ്ലാറ്റ്ഫോമുകളെ ശക്തമായ ആസ്തികളാക്കി മാറ്റുകയും പൈലറ്റ് അപകട സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സംയുക്ത ഉൽപാദനത്തിൽ ഇൻവെന്ററി വർദ്ധിപ്പിക്കുക മാത്രമല്ല, ഇന്ത്യയുടെ മിസൈൽ ഗവേഷണ വികസനത്തെ ത്വരിതപ്പെടുത്തുകയും ഇസ്രായേലി നവീകരണ ആഭ്യന്തര കഴിവുകളുമായി സംയോജിപ്പിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.